വളരെ ലളിതമായ ചിന്തകൾ പങ്കുവയ്ക്കാം. വിശ്വാസ വീരന്മാരുടെ പട്ടിക. അപ്പം അവിടെ 15-ാം അധ്യായത്തിൽ കാണുന്ന വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. പിന്നൊരു വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ് അവിടെ നാം കാണുന്നു. ഹാബേൽ മുതലായ വിശ്വാസ വീരരുടെ പട്ടികയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഹാനോക്കിനെക്കുറിച്ച് നാം കാണുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. എന്നിട്ട് അടുത്ത ഒരു ഘട്ടം വരികയാണ്. അത് 22 വിശ്വാസത്താൽ ജോസഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു. തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. 23 വിശ്വാസത്താൽ മോശയുടെ ജന്നത്തിങ്കൽ ശിശു സുന്ദനെന്ന് കണ്ടു. വിശ്വാസത്താൽ മോശയുടെ ജന്നത്തിങ്കൽ ശിശു സുന്ദനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചിരുന്നു അതിൻ്റെ ഒരു കോണ്ടസ്റ്റ്. മക്കളെ എല്ലാം കൊല്ലണമെന്നുള്ളൊരു തീരുമാനം. പക്ഷേ എല്ലാ മക്കളെയും വേണ്ട, ആൺപിള്ളേരെ കൊന്നാൽ മതി, പെൺപിള്ളേരെ ഞങ്ങൾക്ക് വേണം. അതായിരുന്നു ഒരു ഈജിപ്ഷ്യൻ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയാണ് ഇന്നും തുടരുന്ന സ്ട്രാറ്റജി. ആൺപിള്ളേരെ കൊന്നേക്കാം, പക്ഷെ ആരെ വേണം? പെൺപിള്ളേരെ വേണം. അതൊരു നൂതന പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിലൊക്കെ വെളിപ്പെട്ടു വരുന്ന ഉത്തരാധുനികയുടെ ഒരു അപകടഘട്ടത്തിലാണ് എല്ലാവരും ആയിരിക്കുക. ഇവിടെയാണ് മോശയുടെ പേരൻസിൻ്റെ പ്രത്യേകത. അവർ തീരുമാനിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം. പക്ഷേ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ ഒരു കാര്യം കണ്ടു. എന്തെന്ന് കണ്ടു? സുന്ദനെന്ന് കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 7:20 അത് സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ മറ്റൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. ഒന്നുകൂടെ ഒരു ഇച്ചിരൂടെ ഒരു നല്ല വാക്ക് ഉപയോഗിച്ചു. അവിടെ കാണുന്നു ആ കാലത്ത് 20-ാം വാക്യം, ആ കാലത്ത് മോശ ജനിച്ചു. ആ കാലം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാലം. പിന്നൊരു കാലമാണ് യേശുവിൻ്റെ കാലത്തെങ്കിൽ റാമിലൊരു നിലവിളി കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. പിന്നെ ലോകം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു കാലം വന്നത് ഇക്കാലമാണ്. ഗർഭസ്ഥ ശിശുക്കൾ പോലും കൊല്ലപ്പെടുന്ന ഒരു കാലം, അബോർഷൻ്റെ ഒക്കെ ഒരു കാലം. ആ കാലഘട്ടത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുക. ഇവിടെ കാണുന്നു കുഞ്ഞ് എന്തെന്ന് കണ്ടു? ദിവ്യസുന്ദരനായിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ് എന്തായിരുന്നു? ദിവ്യസുന്ദരൻ എന്നൊക്കെ പറഞ്ഞ്. എന്താണ് സൗന്ദര്യവും ദിവ്യ സൗന്ദര്യവും തമ്മിലുള്ള വ്യത്യാസം? സൗന്ദര്യം, നമ്മളൊരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം ചോദിക്കുന്ന എന്താ? സാധാരണ ഒരു ശരാശരി മലയാളി ഒരാളോട് വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്കൊരു കൊച്ചുണ്ടായി, ആദ്യം എന്തോ ചോദിക്കും? ആണാണോ പെണ്ണാണോ? പൊതുവെ മലയാളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താ? സത്യമേ പറയാവൂ, കള്ളം പറയല്ലേ. പൊതുവെ മലയാളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ആണാണ്. പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. പെണ്ണാണ് പൊന്ന്. എല്ലാ ആൺപിള്ളേരും 20,000 രൂപ ശമ്പളം മേടിക്കുമ്പോൾ പെണ്ണ് 1,00,000 രൂപ ശമ്പളം മേടിച്ച് OET എഴുതി IELTS. നമ്മുടെ ഈ കർത്താവ് ഒരു പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് 11-ാം അധ്യായത്തിൽ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അർദ്ധരാത്രി ഒരു സ്നേഹിതൻ വന്നു. ആ സ്നേഹിതൻ്റെ അടുക്ക വന്നപ്പോൾ ആ സ്നേഹിതൻ എവിടെ പോയി? മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിലൊരു സ്നേഹിതൻ വന്നു, അവൻ എന്ത് വേണം? 3 അപ്പം വേണം. അപ്പോൾ ആ സ്നേഹിതൻ എന്തോ പറഞ്ഞു? പിള്ളേർ കൂടെ. ഞാൻ ആ സ്നേഹിതനെ പഠിച്ചപ്പോൾ മിക്കവാറും മലയാളി അച്ഛനാണ്. അച്ഛൻ ഇവിടുന്ന് ഭാര്യയുടെ കൂടെ ജോലിക്കായിട്ട് UK പോയി. അപ്പോൾ അവൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. പിള്ളേരെ ആര് വളർത്തുന്നു? അച്ചായൻ വളർത്തും. അമ്മമാരൂടെ കിടന്നിട്ട് ഉണർത്തിയാൽ അവർ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഉറക്കും. അച്ചായൻ എങ്ങനെ ഉറക്കാനാ? അച്ഛൻ പറയും ഉറങ്ങിക്കോണമെന്ന് പറയും. അത് വേറെ വഴി അറിയത്തില്ല. അതുകൊണ്ടാണ് അച്ചായൻ പറയുന്നത് ഉണർന്നാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല. മിക്കവാറും അത് മലയാളി അച്ചായനായിരിക്കാം. അതുകൊണ്ടാണ് പിള്ളേർ കൂടെ, അല്ലെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ കിടക്കണ്ടേ. അപ്പം മിക്കവാറും ആ സ്നേഹിതൻ്റെ കൂടെ കിടന്നത് മലയാളി അച്ചായനായിരിക്കാം, ഭാര്യ നേഴ്സും ആയിരിക്കാം, നൈറ്റ് ഡ്യൂട്ടിക്ക് പോയേക്കുമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. എനിവേ അവിടെ അങ്ങനെയൊന്നും അല്ല. എന്നാലും ഞാൻ പറഞ്ഞത് പെണ്ണാണോ ആണാണോ? അടുത്ത ചോദ്യം എന്താ? കറുത്താണോ വെളുത്താണോ? പൊതുവെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നേ വെളുപ്പാണ്. പക്ഷെ കറുപ്പിന് എത്ര അഴകാണ്? 7 അഴകാണ്. കറുപ്പിന് 7 അഴകാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി വലിയ ക്ലാസ്സിലാണ്, അല്ലാതെ ചെറിയ ക്ലാസ്സിലൊന്നുമല്ല. അവൾ ഭയങ്കര രസികത്തിയാണ്, ഭയങ്കര ആർഗ്യുമെൻസിനൊക്കെ വിട്ടുക്കിയാണ്. അപ്പോൾ ആ സഹോദരി എന്നോട് ഒരു ദിവസം ചോദിച്ചു, എടാ ഞാനെങ്ങനെ ഇങ്ങനെ കറുത്തു പോയെന്ന് നിനക്കറിയാം?
അംഗീകർത്തു ഇങ്ങനെ ഞാനെങ്ങനെ അറിയുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ 2 ചേച്ചിമാർ സുന്ദരി. സത്യം, അവിടെ ചേച്ചിമാർ സുന്ദരിമാരാണ്. എടാ അവരെ 2നെ എൻ്റെ അമ്മ പ്രസവിച്ചത് തിരുവല്ല സായിപ്പിൻ്റെ ആശുപത്രി. തിരുവല്ല എൻ്റെ കാലമായപ്പോൾ എൻ്റെ അമ്മ കൊണ്ട പുഷ്പകരി തന്നെ കൊണ്ട പ്രസവിച്ചു. അതുകൊണ്ടാണ് ഞാൻ കറുത്തു പോയത്. എന്നാലും കറുത്താണോ വെളുത്താണോ, ആണാണോ പെണ്ണാണോ, ഇതൊക്കെയാണ് നമ്മൾ സൗന്ദര്യമായിട്ട് കാണുക. പക്ഷേ ഇതൊന്നും അല്ല സൗന്ദര്യം. കറുത്തതായാലും വെളുത്തതായാലും ആണായാലും പെണ്ണായാലും നമ്മുടെ മക്കൾക്കെല്ലാം നമ്മളൊരു കാര്യം അറിയണം, എന്തുണ്ട്? ദിവ്യ സൗന്ദര്യമുണ്ട്. അത് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്. എന്തുണ്ട്? ദിവ്യ സൗന്ദര്യം. എന്താ ഈ ദിവ്യ സൗന്ദര്യം? ഡിവൈൻ പർപ്പസസ് ആണ്. മോശ ജനിച്ച് വരുമ്പോൾ മോശയ്ക്ക് പിശാചിനറിയാം മോശ ദിവ്യ സൗന്ദര്യമുള്ള കുഞ്ഞാണ്. മോശയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് മോശ വന്ന് വീണ്ടും മോശ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് പോയി കഴിയുമ്പോൾ വടി താഴെയിട്ടു. ദൈവത്തിൻ്റെ വടി അത് താഴെയിട്ടപ്പോൾ അതെന്തായിട്ട് മാറി? പാമ്പായിട്ട് മാറി. അപ്പം മിസ്രൈമ മന്ത്രവാദികൾ എന്തിട്ടു? വടിയിട്ട്. മോശയുടെ വടി എന്ത് ചെയ്തു? അതിൻ്റെ വടികളെ പിഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ മോശ എന്ത് ചെയ്തു? ആ വടിയെ പിടിച്ചു. അപ്പോൾ ഈ പാമ്പ് വീണ്ടും എന്തായി? വടിയായി. ഇപ്പം മിസ്രൈമ മന്ത്രവാദികളുടെ വടിയെല്ലാം എന്ത് ചെയ്യും? എല്ലാം എന്ത് ചെയ്യും? മോശയുടെ വടിക്കകത്തായി. അവരവസാനത്തെ കാര്യത്തിന് പറഞ്ഞു, ഏറ്റവും ലാസ്റ്റിലെ കാര്യം ചെയ്യണമെങ്കിൽ എന്തോ വേണം? വടി വേണം. വടി പക്ഷേ ഇവൻ വിഴുങ്ങി. അപ്പോൾ ഇവർക്ക് അറിയാം, ഇവൻ ജീവിച്ചിരുന്നാൽ എന്ത് വിഴുങ്ങും? എൻ്റെ വടി വിഴുങ്ങും. അതുകൊണ്ട് എത്രയും പദ്ധതികൾ വലുതാണോ അത്രയും വലുതായിരിക്കും നഷ്ടപ്പെടുത്താനുള്ള സാധാന്യ പദ്ധതി. ഇത് തിരിച്ചറിഞ്ഞ മോശയുടെ പേരൻസ് ദിവ്യ സൗന്ദര്യമുള്ള ആ കുഞ്ഞിനെ, ഡിവൈൻ പർപ്പസസിന് വേണ്ടിയുള്ള ആ കുഞ്ഞിനെ ഒരു പെട്ടകത്തിനകത്ത് വെച്ചിട്ട് കീലും പശയും തേച്ചിട്ട് ഞാങ്ങളുടെ ഇടയിൽ നൈൽ നദിയിൽ അവിടെ കൊണ്ട് വെക്കുകയാണ്. പക്ഷേ ഞാങ്ങളുടെ ഇടയിൽ ഒരു ദുഷ്ടജന്തു ഉണ്ട് എന്ന് സംഗീതത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെന്ത് ഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി സഹോദരി ദൂരെ നോക്കി. ഞാൻ രാവിലെ പെങ്ങന്മാരെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഒരു പെങ്ങളിങ്ങനെ ദൂരെ നിൽക്കുകയാണ്, കുഞ്ഞാങ്ങളയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? അപ്പോഴാണ് ഫറവോൻ്റെ പുത്രി അവിടേക്കൊക്കെ വരിക. എനിവേ കുഞ്ഞിന് സൗന്ദര്യം ഉണ്ടായിരുന്നു. ആ സൗന്ദര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ആ കുഞ്ഞിനെ 3 മാസം എന്ത് ചെയ്ത് വെച്ചു? ഒളിപ്പിച്ച് വെച്ചു. എല്ലാവരും ഓർക്കേണ്ടത്, സൗന്ദര്യം എന്ന് പറയുന്നത് വെളുത്തതോ കറുത്തതോ എന്നുള്ളതല്ല, ആണോ പെണ്ണോ എന്നുള്ളതല്ല. ദിവ്യ സൗന്ദര്യമുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യണം? ഒളിപ്പിച്ച് വെക്കണം. കുഞ്ഞുങ്ങൾക്കെല്ലാം ദിവ്യ സൗന്ദര്യമുണ്ട്. ഞാൻ പലപ്പോഴും ഒരു ദൈവദാസൻ എന്ന നിലയിൽ അഭിമാനിക്കുന്ന കുറേ കാര്യങ്ങളിലുണ്ട്. ഞാൻ പെന്തക്കോസ്തുകാരൻ എന്നതിൽ അഭിമാനിക്കുന്നതിൽ ഒരു കാര്യം, പെന്തക്കോസ്തുകാരൻ എന്ന നിലയിൽ ചമ്മലില്ലാത്തവരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്യുക. ചമ്മൽ നമ്മുടെ സമൂഹത്തിന് ഒത്തിരി അഭിമാനിക്കാറുണ്ട്. മെഡിക്കൽ ട്രസ്റ്റിൽ കിടക്കുകയാണ് 2003-4 അപ്പയായിട്ട് കിടക്കുക. അവിടെ കിടക്കുമ്പോൾ ഒത്തിരി പേര് കാണാൻ വന്നു. അന്ന് ഞങ്ങളൊന്നും അത്രയൊന്നും അറിയപ്പെടുന്നവരൊന്നും അല്ല, ഇപ്പോഴും അറിയപ്പെടുന്നൊന്നുമല്ല. എന്നാൽ അന്ന് അങ്ങനെ വലിയൊരു അറിവില്ല. റാന്നിയൊക്കെ ഇട്ട് എറണാകുളത്ത് കിടക്കുകയാണ്. പക്ഷേ അറിഞ്ഞും കേട്ടു ഒത്തിരി ദൈവമക്കൾ കാണാൻ വന്നു. അപ്പം ഞാനിങ്ങനെ ആ ട്രസ്റ്റിൻ്റെ മുറിയുടെ പുറത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് മുറിയിൽ നിന്ന് ഒരു അമ്മ ഇറങ്ങി വന്നു. നല്ല സെറ്റും മുണ്ടും ഒക്കെ എടുത്ത്, ഇന്നലെ കേരളപ്പിറവിയല്ലായിരുന്നു, നല്ല സെറ്റും മുണ്ടും ഒക്കെ എടുത്ത നല്ല ആദ്യത്തുള്ള തനിനാടൻ മലയാളി അമ്മ ഇറങ്ങി വന്നു. ഞങ്ങൾ തമ്മിൽ കുറേ നേരം വർത്താനം പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ റാന്നിക്കാരാണ്, ഇവിടെ നിങ്ങളുടെ ഒത്തിരി ബന്ധുക്കളുണ്ടോ? ഇല്ലമ്മ. പിന്നെ എന്തുമാത്രം മനുഷ്യരെ ഇവിടെ വന്നു പോയേ, അതൊക്കെ ആരാ? അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഈ പെന്തക്കോസ്തുകാരാണ്, ഞങ്ങളുടെ കൂട്ടായ്മക്കാരാണ് ഈ വന്നു പോയത്. അമ്മ എന്നോട് ചോദിച്ചു, ഞാൻ ആരാന്ന് മോനറിയാവും? ഇല്ല, ഒരു മുൻ മുഖ്യമന്ത്രിയുടെ അനന്തരവളാണ്. മോനെ 2 ആഴ്ചയായിട്ട് ഇവിടെ കിടക്കുക, ഒരൊറ്റ ഒരെണ്ണം കാണാൻ വന്നില്ല. എന്നിട്ട് പറഞ്ഞു, നിൻ്റെയൊക്കെ വർഗം കൊള്ളാമല്ലോ എന്ന്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എൻ്റെ വർഗം കൊള്ളത്തില്ലേ? പിന്നെ ഒന്ന് കിടന്ന് നോക്ക്, എത്ര പേര് വരാം. ഒന്ന് കിടന്ന് നോക്ക്, ഉപദേശി വരുന്നു, ഏരിയക്കാർ വരുന്നു, പ്രാർത്ഥിക്കുന്നു, വിളിച്ചു ചോദിക്കുന്നു, എന്തെല്ലോ കാര്യമാണ്. വേണ്ടേ? ഒന്നും വേണ്ട പ്രിയരെ, ഒന്ന് ചത്ത് നോക്ക്. എന്ത് പേരാ പാട്ട് പാടാൻ, എന്ത് ഉപദേശിമാരാ പ്രസംഗിക്കാൻ, വേറെ ആർക്ക് കിട്ടും ഈ ഭാഗ്യം? എന്ത് പേരാ വന്ന് അനുശോചനം പറയുന്നത്. ഇപ്പോൾ ഇന്നാര് 1 മിനിറ്റ് ലീഡ് ചെയ്യുന്ന ആൾ 500 പ്രാവശ്യം പറയും, 1 മിനിറ്റ് കൂടുതൽ എടുക്കരുത്. വന്നിരിക്കുന്ന എല്ലാവർക്കും സമയം കൊടുക്കണമെന്നുണ്ടെങ്കിലും സാഹചര്യം പ്രമാണിച്ച് ക്ഷമിക്കുക. ചിലർക്ക് മാത്രമേ അവസരം കൊടുക്കുന്നുള്ളൂ. എങ്കിലും വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മിനിറ്റ്, ഈ 1 മിനിറ്റ് പറയാൻ ആൾ വരുന്നത് എന്തുകൊണ്ടാണ്?
പെന്തക്കോസ്ത് തന്നെ ആയതുകൊണ്ടാണ്. ഒന്ന് സ്വോത്രം ചെയ്തു. മോശപ്പെട്ട കാര്യമാണോ? അല്ല. അപ്പം പെന്തക്കോസ്തുകാരൻ നല്ലതാണോ? ആണേ. പിന്നെ പെന്തക്കോസ്തി കല്യാണം കഴിഞ്ഞ ഒരു ഗുണമുണ്ട്. പ്രധാന ശുശ്രൂഷ കഴിയുമ്പം തലേ കൈവച്ച് പ്രാർത്ഥിക്കും. കിട്ടിയിട്ടുണ്ടോ പ്രാർത്ഥന? പ്രധാന ശുശ്രൂഷ കഴിയുമ്പം ഒരു മുഖ്യമായ ശുശ്രൂഷയുടെ ഭാഗമാണ് തലേ കൈവച്ച് പ്രാർത്ഥന. സാധാരണ അത് ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ് ചെയ്യുക. ഏറ്റവും പ്രായവും പക്വതയും സീനിയറായിട്ടുള്ള ഒരാൾ അനുഗ്രഹ പ്രാർത്ഥന നടത്തും. പഴയ കാലങ്ങളിൽ മുട്ടുകുത്തി തന്നെ പ്രാർത്ഥിക്കും, നല്ലതാണെന്നാണ് എൻ്റെ ചിന്ത. എനിവേ, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും അല്ലെങ്കിലും തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇവർക്ക് സന്തോന സമൃദ്ധി കൊടുക്കണേ. പ്രാർത്ഥിക്കുമോ? അപ്പോൾ എൻ്റെ മക്കളെല്ലാം അറിയണം, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞ ദിവസം ഓർമ്മയില്ലല്ലോ? അന്ന് വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടില്ലേ? അന്ന് ഒത്തിരി ഉപദേശിമാർ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും തലേ കൈവച്ച് പ്രാർത്ഥിച്ചു ആരുണ്ടാകാൻ? നിങ്ങൾ ജനിക്കാൻ വേണ്ടി. അത്രയും പ്രാർത്ഥന കിട്ടിയ വേറെ ഏത് സമൂഹമുണ്ട്? ഏതെങ്കിലും പട്ടത്തെ സഭയിൽ കഴിഞ്ഞിട്ട് അച്ഛൻ വെച്ച് പ്രാർത്ഥിച്ചോ കൊച്ചുണ്ടാകണേ? അത് നമ്മുടെ കൂട്ടത്തിലുള്ള ഭാഗ്യമല്ലേ? അതോ എല്ലാവരും കൂടെ കൂടിയിട്ട് അന്യഭാഷയൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിച്ച് എല്ലാവരും വട്ടം നിന്നങ്ങ് എല്ലാവരും കൂടെ തലേ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു. എത്ര ഉപദേശിമാരുടെ കൈ അന്നേരം തലേ പതിഞ്ഞു. അത് ഈ ഗ്രൂപ്പിനുള്ളൊരു ഗുണമാണ്. അതൊക്കെ ഒരു സന്തോഷമാണെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തേ. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു കൊച്ചുണ്ടാകണേന്ന് പ്രാർത്ഥിച്ചു. ഇനി കൊച്ച് കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ചു, ദൈവമേ അവർക്ക് തലമുറയെ കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു. തലമുറ വയറ്റിലായി കഴിഞ്ഞാൽ അടുത്ത പ്രാർത്ഥിച്ചു, ഉദരഫലത്തെ എന്ത് ചെയ്യണേ? അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ചു, ഊനമില്ലാത്ത എന്തിനെ കൊടുക്കണേ? കുഞ്ഞിനെ കൊടുക്കും. അവർക്ക് കേട്ടിട്ടുണ്ടോ? ഊനമില്ലാത്ത കുഞ്ഞ്. എൻ്റെ അമ്മയാണ് വേറെ രീതിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കുഞ്ഞിനെ മൂക്ക് വേണേ, കണ്ണ് വേണേ, നാക്ക് വേണേ, തൊക്ക് വേണേ, അത് വേണേ, ഇത് വേണേ, എല്ലാം ഒന്ന് പ്രാർത്ഥിക്കുക. എന്തെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. ഏതായാലും ഊനമില്ലാത്ത കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ചു, സുഖകരമായ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞ് ജനിച്ചപ്പം പ്രാർത്ഥിച്ചു, കർത്താവേ ബാലാരിഷ്ടതയിൽ നിന്ന് എന്ത് ചെയ്യണേ? വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കും. വളർന്നപ്പം പ്രാർത്ഥിച്ചു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്ന് പ്രാർത്ഥിച്ചു. അപ്പം സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കിട്ടിയിട്ടുള്ളത് ആർക്കാ? മക്കൾക്ക്. ഇനി വേറെ വലിയ ഒരു ഗുണമുണ്ട്. വയറ്റിൽ കിടക്കുമ്പോഴേ ദൂത് കേട്ട്. സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു അക്രൈസ്തവരാണ് ജാതകം എഴുതും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ഉള്ളത് ജാതകമാണോ പ്രവചനമാണോ? പ്രവചനമാണ്. വയറ്റിൽ കിടക്കുമ്പം ദൂത് കേട്ടിട്ടുള്ള അമ്മമാർ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവും. വയറ്റിൽ കിടക്കുമ്പോൾ സ്തോത്രം ചെയ്തു. അല്ല, നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് വയറ്റിൽ കിടക്കുമ്പം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തി സ്തോത്രം ചെയ്തേ. വയറ്റിൽ കിടക്കുമ്പോഴേ പറഞ്ഞ ദൂതുകൾ നോക്കൂ, അത് ചെറിയ കാര്യമാണോ? അല്ല. അപ്പം വയറ്റിൽ കിടക്കുമ്പോഴേ, ഉദരത്തിൽ കിടക്കുമ്പോഴേ എന്ത് കേട്ടു? ദൂത് കേട്ടു. കേട്ടില്ലേ? കേട്ടു. പിന്നെ ജനിച്ച് വീണപ്പോൾ അതിലും വലിയ ദൂതുകൾ കേട്ടു. മൊത്തം ദൂതായിരുന്നു. ദൂതും പ്രവചനവും എല്ലാം കേട്ട് വളർന്ന മക്കളാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ മക്കൾ സൗന്ദര്യമുള്ള മക്കളാണ്. സ്തോത്രം ചെയ്തേ. അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവരുടെ മാർക്കല്ല, അവരുടെ സൗന്ദര്യം അവരുടെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ അല്ല, അവരുടെ ഫ്ലുവൻസി അല്ല. അവരുടെ സൗന്ദര്യം ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ദൈവത്തിൻ്റെ പദ്ധതികളുള്ള മക്കളാണ്. ഹല്ലേലൂയ. അത് 100% വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. കുഞ്ഞത്ര മിടുക്കനാകട്ടെ, കുഞ്ഞത്ര സ്മാർട്ടാകട്ടെ, എത്ര ടാലൻ്റ് ഉള്ളതാകട്ടെ ഇല്ലാതാകട്ടെ, നിങ്ങൾ ഓർത്തണം, കുഞ്ഞിനെല്ലാം എന്തുണ്ട്? ദിവ്യ സൗന്ദര്യമുണ്ട്. ആ ദിവ്യ സൗന്ദര്യമുള്ള മക്കളെ നമ്മുടെ ഒരു ദൗത്യമാണ് അവരെ എന്ത് ചെയ്ത് വെക്കണം? ഒളിപ്പിച്ച് വെക്കണം. എത്ര മാസം ഒളിപ്പിച്ച് വെച്ചു? 3 മാസം. അപ്പം ഗർഭസ്ഥ കാലം മുതൽ പിറക്കപ്പെടുന്ന കാലം വരെ ഒരു ഒളിപ്പിക്കലിൻ്റെ ആവശ്യമുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, ഗർഭസ്ഥാവസ്ഥയിൽ മെഡിക്കൽ ടീമിലുള്ളവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അറിയാം, പൂർണ്ണ വളർച്ചയൊക്കെ എടുത്തുന്ന ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഫൈനൽ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിക്കപ്പോൾ. അവിടെ ചെറിയ മിസ്റ്റേക്സൊക്കെ വന്നാൽ പിന്നെ മേജർ മിസ്റ്റേക്സിലോട്ടൊക്കെ പോകാം. അപ്പോൾ അതുകൊണ്ട് വയറ്റിൽ കിടക്കുമ്പോഴേ പ്രാർത്ഥിക്കണം. എന്തിനാണെന്ന് 2 രീതി മക്കളുണ്ടാകാം. ഒന്ന് ബർത്ത് ബൈ ചാൻസ് ആണ്. ബർത്ത് ബൈ ചാൻസ്. എന്താ ഈ ബർത്ത് ബൈ ചാൻസ്? കൊച്ച് കെട്ടിപ്പോയി. ഞങ്ങൾക്കപ്പുറം പ്ലാൻഡ് അല്ലായിരുന്നു, അങ്ങ് കൊച്ചായിപ്പോയി. അതെല്ലാം ബർത്ത് ബൈ ചാൻസ് ആണ്. ക്രൈസ്തവ ദമ്പതികൾക്ക് ബർത്ത് ബൈ ചാൻസിൽ മക്കളില്ല. അബദ്ധം പറ്റിയിട്ടില്ല. അത് വിശ്വസിക്കണം. അബദ്ധമല്ല. ബർത്ത് ബൈ ചാൻസ് അല്ല, ബർത്ത് ബൈ ചോയ്സാണ്. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹന്ന വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, യജമാനെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്ത്രീ നിന്നില്ലേ, ആ സ്ത്രീ ഞാനാ. അത് ബർത്ത് ബൈ ചോയ്സാണ്. നമുക്ക് മക്കൾ വേണം. മോശയെ കിട്ടിയത് ബർത്ത് ബൈ ചാൻസ് അല്ല. ആ കാലത്ത്
ബർത്ത് ബൈ ചോയ്സ്. അപ്പം ക്രൈസ്തവ ദമ്പതികളെ, വിശ്വാസ കുടുംബങ്ങളെ, നമുക്ക് ലഭിക്കുന്ന മക്കൾ ബർത്ത് ബൈ ചോയ്സ്. അപ്പം കുഞ്ഞിന് ജനിക്കുന്നതിന് മുമ്പ് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഒരു കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് ചോദിക്കണം. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നാം ദൈവത്തോടൊപ്പം പങ്കുചേരുന്നതാണ് കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ എന്ത് ചെയ്ത് വെക്കുക? ഒളിപ്പിച്ച് വെക്കുക. ഗർഭകാലങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന ആവശ്യമാണ്. ജനിച്ചു കഴിഞ്ഞ് പ്രത്യേക പ്രാർത്ഥന. അത് കഴിഞ്ഞ് പ്രത്യേകമായി സൂക്ഷിക്കപ്പെടേണ്ട ചില പ്രായങ്ങളെ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നൊരു വരുന്നുണ്ട്, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. പള്ളിപ്രമാണി വരുന്നു. എന്താ കാര്യം? ഐറോസ് എന്നുള്ള പേരിട്ട് വന്നു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലായിരിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ അത് കാണുകയാണ്. അങ്ങനെ കർത്താവ് പറഞ്ഞു, അങ്ങൻ്റെ കൂടെ പോവുകയാണ്. അതിനിടയ്ക്കാണ് ഒരു സ്ത്രീ, രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വരുന്നു. 5-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണി വീട്ടിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞു, നിൻ്റെ മകൾ എന്ത് ചെയ്തു പോയി? മരിച്ചു പോയി പറഞ്ഞു. അപ്പം കർത്താവ് പറഞ്ഞു, ഭയപ്പെടണ്ട. വീട്ടിൽ ചെന്നു, എല്ലാവരെയും പുറത്താക്കി. എന്നിട്ട് കർത്താവ് ആ കുട്ടിയുടെ മേൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കുട്ടി എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. അത് ഭയങ്കര ബാലം മരിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യം അവിടെ നിന്ന് പറയാനുണ്ട്. ഒരു കുഞ്ഞും ഉണരാനാവാത്തതുപോലെ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ബാലം മരിച്ചിട്ടില്ല. അത് ദൈവത്തിൻ്റെ വചനം അങ്ങ് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ കയറി അങ്ങ് മുറുകെ പിടിക്കണം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ബാലം മരിച്ചിട്ടില്ല. ഇന്നൊരു പക്ഷേ യോഗത്തിന് വരുന്നില്ലായിരിക്കാം, പ്രാർത്ഥിക്കാനിരിക്കുന്നില്ലായിരിക്കാം. നമ്മൾ നോക്കുമ്പം കുടുംബം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ല, മണിക്കൂറുകൾ ഗെയിമിലാണ്, മണിക്കൂറുകൾ ഫോണിലാണ്. ദൈവമേ എന്തു പറ്റി? പേടിക്കണ്ട. അപ്പോഴും പറയണം, ബാലം മരിച്ചിട്ടില്ല, ബാലം മരിച്ചിട്ടില്ല. അത് വിശ്വസിക്കുന്നവരെല്ലാം അല്പസമയം കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ പറഞ്ഞേ, ബാലം മരിച്ചിട്ടില്ല. ഉറക്കെ പറഞ്ഞേ, ബാലം മരിച്ചിട്ടില്ല. ഈ കുഞ്ഞുങ്ങളെല്ലാം നോക്കി പറഞ്ഞേ, ബാല എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. ഇന്നിവിടെ വരാത്ത മക്കളെയെല്ലാം നോക്കി പറഞ്ഞേ, ബാല മരിച്ചിട്ടില്ല. സഭ പ്രഖ്യാപിക്കണം, ബാല മരിച്ചിട്ടില്ല. എല്ലാം ഉറക്കെ പറ. ബാംഗ്ലൂർ പട്ടണം കേൾക്കട്ടത്, കേരളം കേൾക്കട്ടെ, ഇന്ത്യ കേൾക്കട്ടെ, പഠിക്കാൻ പോയ യൂറോപ്പിലുള്ള മക്കളത് കേൾക്കട്ടെ. ബാല മരിച്ചിട്ടില്ല, ബാല മരിച്ചിട്ടില്ല, ബാല മരിച്ചിട്ടില്ല. ഉറങ്ങുക. കർത്താവ് വരും, കരം വെക്കും, ഇതെല്ലാം ഉണരും. കർത്താവ് വരും. കരങ്ങളെ ശിരസിന്റെ മുകളിൽ ഉയർത്തി ചേർത്തടിച്ച് അല്പത്തെയും സ്തുതിച്ച് ഒന്നും മരിച്ചിട്ടില്ല. അതുനം രഗജം ഋഗജഗ രഗജം ശകലക ദഗനം ഋഗജഗ രാജം അന്തുരവട്ടം ദേഗനഘട്ടം ഋഗജത്തേന യേശുവെ നന്ദി, യേശുവെ നന്ദി അപ്പ, യേശുവെ നന്ദി, യേശുവെ നന്ദി. ഒരു കുഞ്ഞും മരിച്ചിട്ടില്ല, ഉണരാനാവാത്തതുപോലെ മരിച്ചിട്ടില്ല. എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവ് വരും, എൻ്റെ കർത്താവ് വരും, 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 വരും. ഐറോസ്, നീ പോയി വിളിച്ചുകൊണ്ട് വാ, എൻ്റെ കുഞ്ഞുവിന് അത്യാസനം, വാ, കർത്താവ് വരും. ഇതിനിടയ്ക്ക് നിഷേധാത്മകമായ വാർത്ത, കുഞ്ഞു മരിച്ചു. പക്ഷെ യേശു പറഞ്ഞു, കുഞ്ഞു മരിച്ചിട്ടില്ല. മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു മരിച്ചു, സാറന്മാര് പറയുന്നു മരിച്ചു, കൂട്ടുകാർ പറയുന്നു മരിച്ചു, സൺഡേ സ്കൂൾ അധ്യാപകർ പറയുന്നു രക്ഷയില്ല, കൗൺസിലർ പറയുന്നു ഇനിയും വലിയ പാടാണ്. എന്നാ യേശു പറയുന്നു കുഞ്ഞു മരിച്ചിട്ടില്ല, ഉറങ്ങുകയാ. രഗന ഋഗജ രബന ഹദന ഋഗല രഗജ. വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ സംഭവിക്കട്ടെ. ലൈവിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചട്ടെ, ബാലം മരിച്ചിട്ടില്ല. അതന റിഖദാന ശബ്ദ രഗജ റിബന ഹദന രഗന. അതനം തുറന്നു സ്തുതിച്ച് പറഞ്ഞാരാധിച്ച് ഈ വചനം തന്നെ പറഞ്ഞ്, ബാലം മരിച്ചിട്ടില്ല, ബാലം മരിച്ചിട്ടില്ല, ബാലം മരിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു മരിച്ചിട്ടില്ല. ഇന്നത്തെ സ്ഥിതിഗതികൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു, വാർത്തകൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു. പക്ഷെ കർത്താവ് പറയുന്നു ബാല മരിച്ചിട്ടില്ല. കർത്താവ് എന്ത് ചെയ്തു? എല്ലാവരെയും പുറത്താക്കി. അപ്പനെയും അമ്മയും തന്നോട് കൂടെ ഉള്ളവരെയും കുട്ടി കിടക്കുന്നിടത്തേക്ക് ചെന്നു. ക്ഷമിക്കണേ, അവിടെ ഒരു എത്ര വയസ്സുണ്ട് ഈ കുട്ടിക്ക്? അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതാൻ വേണ്ടിയൊന്നും അല്ല ഇവിടെ വന്നേ. പ്രായത്തിന് ഒരു പ്രത്യേകതയും ഇല്ല. പക്ഷെ അവിടെ പ്രത്യേകമായിട്ട് വചനം പറയുന്നു എത്ര വയസ്സായി? 12 വയസ്സായി. എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത?
എല്ലാ കുട്ടികളും മരിക്കാൻ സാധ്യതയുള്ളൊരു പ്രായം 12 കഴിയുമ്പോഴാണ്. 12 കഴിയുമ്പോൾ എന്തോ തുടങ്ങും? 12 കഴിയുമ്പോൾ എന്തോ തുടങ്ങാനാ? 13 തുടങ്ങും. 13 എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ക്രൂഷ്യൽ ഏജാണ്. എന്തോ തുടങ്ങി? ടീനേജ്. വാട്ട് യു മീൻ ബൈ ടീനേജ്? യു ആർ എ ടീൻ, റൈറ്റ്? എന്താ ടീനേജ്? 13, 14, 15, 16, 17, 18, 19 തീർന്നു. അത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ആ പ്രായമാണ് എന്ത്? ടീനേജ്. ഈ ടീനേജിൻ്റെ പ്രത്യേകത എന്താ? ടീനേജിൻ്റെ പ്രത്യേകതയിലാണ് മരണം സംഭവിക്കും. സൈക്കോളജിക്ക് ഇന്നലെ വരെ വീട്ടിൽ വന്നിട്ട് മമ്മി ഞങ്ങളുടെ ക്ലാസ്സിലാണേ ഉണ്ടല്ലോ മമ്മി, ഒരു കൊച്ചാണേ ഉണ്ടല്ലോ മമ്മി എന്ന് അമ്മ പറഞ്ഞു. ആനക്കാര്യത്തിനാണ് ചേനക്കാര്യം നിൻ്റെ ക്ലാസ്സിലെ കുറ്റി എന്തോ അങ്ങ് പറ. പിന്നെയും പറയാൻ നടന്ന് പറയും. ഇപ്പം എന്താണ്ട് എന്താ പാടി എന്താ ഉണ്ട് വരുന്നു കഥ കടച്ച് മുറി ഇരിപ്പം. ഇവൻ എന്തോ പറ്റി? എന്തോ പറ്റാനാ? 30 എന്താ പറ്റാനാ? 30, 14. ആ സമയത്ത് വേറൊരു ഗ്യാപ്പാണ്. അന്നേരമാണ് നമ്മൾ സാധാരണ പറയുക എന്തോ ഉണ്ടാകും? ജനറേഷൻ ഗ്യാപ്പ്. എന്താ ജനറേഷൻ ഗ്യാപ്പ്? ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. കൊച്ചൊരു ഉടുപ്പിട്ടുകൊണ്ട് വന്നു. ഇതെല്ലാം വീട്ടിൽ സംഭവിക്കുന്ന. അല്ലേ കൊച്ചു മുടി വളർത്തിക്കൊണ്ട് വന്നു, അല്ലേ കൊച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് വന്നു. അമ്മ പറഞ്ഞു ഈ വീട്ടിൽ ഇതെന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അപ്പം പറഞ്ഞു പിന്നെ എന്നാ കുഴപ്പം? ഇവിടെ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ ടൂറിന് പോവുക. അമ്മ പറഞ്ഞു ഇവിടെ നിന്ന് ഒരുത്തിയും ടൂറിന് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പിന്നെ അപ്പം ജനറേഷൻ ഗ്യാപ്പ് ഈസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പിന്നെ ആൻഡ് ഇല്ല. അതാണ് എന്ത്? ജനറേഷൻ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് ഇല്ലാത്ത ഒറ്റ വീടൊന്ന് പറയാമോ? പിന്നെ ആൻഡ് ഞാൻ നീ പോമോ? പോകത്തില്ല. ഇവിടുന്ന് ആരും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഞാൻ പോവും ഇല്ല. ആൻഡ് പിന്നെ ഈ ഗ്യാപ്പ് എക്കാലം ഇല്ലേ? ഈ ഗ്യാപ്പില്ലേ? എന്നോട് പറഞ്ഞു ടൂറിന് പോകണ്ട. ഞാൻ പറഞ്ഞു പോകുമെന്ന്. എന്നാൽ നീ പൈസ ഞാൻ തരത്തില്ല. വേണ്ട, ഞാൻ റോഡ് നീളം നടന്ന് ആക്രി പറക്കി വിറ്റ് ടൂറിന് പോയല്ല. മുഴുവൻ ആക്രി പറക്കി കൊണ്ട് വിറ്റ് ടൂറിന് പോയ പാർട്ടിയാണ് നമ്മളൊക്കെ. അപ്പോൾ നല്ല പിള്ളേർ കേൾക്കല്ലേ കർത്താവേ ഇതെന്നാണ് പറയല്. അപ്പോൾ എന്നാന്ന് പറഞ്ഞാലും എക്കാലത്ത് എന്തുണ്ട്? ഈ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് വൈഡൻ ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ കാര്യം. എക്കാലത്തുണ്ട്. ഇനി ഇപ്പോഴത്തെ എല്ലാം ഈ 13കാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. 13, 14, 15, 16 ഒന്ന് കൈപൊക്കിക്കേ. എൻ്റെ മക്കളെ പേടിക്കണ്ട. നാളെ നീ കല്യാണം കഴിക്കും. 2 പിള്ളേരുണ്ടാകും. ആ പിള്ളേർ നിന്നോട് വന്ന് പറയും ഞാൻ പോവാന്ന്. നീ പറയും പോകുന്നില്ലെന്ന്. അപ്പോൾ അവർ പറയും പിന്നേന്നൊന്നും അല്ല പറഞ്ഞത് അമ്മ യു മൈൻഡ് യുവർ ബിസിനസ് എന്ന് പറയുമ്പോൾ കരയും. അപ്പോൾ അന്ന് ഈ വലിയ ഗ്യാപ്പ് ഉണ്ടാകാതിരിക്കാൻ ഇപ്പം ഇച്ചിരി അങ്ങ് ഒതുങ്ങിക്കോണേ. അല്ലെങ്കിൽ എന്താ പറയും? അളക്കുന്ന അളവിൽ അമർത്തി കുലുക്കി 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 ഇളക്കും. അപ്പം അന്ന് അമർത്തി കുലുക്കി കുലുക്കി ഇളക്കപ്പെടാതിരിക്കാൻ ഇപ്പം ഇച്ചിരി എന്തായിക്കണം? മര്യാദ ആയിക്കണം. ഇല്ലേ കിട്ടും. 8ൻ്റെ പണി കിട്ടും. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാമോ മോളെ? 2ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം. 3ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം. 5ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം. നീ 8ൻ്റെ പണി കിട്ടിയ ഏതുവഴി ഇറങ്ങി വരും? ഇറങ്ങി വരാൻ വയ്യാത്ത പണിയുടെ പേരാണ് എന്ത്? 8ൻ്റെ പണി. അപ്പോൾ അന്ന് ഈ അമർത്തി കുലുക്കി കിട്ടാതിരിക്കാൻ വേണ്ടി ഇപ്പം ഇച്ചിരി മര്യാദയാകാം. എന്നാലും കുഞ്ഞ് മരിച്ചു. എത്ര വയസ്സ്? 12 വയസ്സ്. എന്നെ പേടിപ്പിക്കുന്നത് ഈ 12 വയസ്സ് ഭയങ്കര അപകടമാണ്. 12 വയസ്സ്. അവിടെയാണ് കർത്താവിൻ്റെ ഒരു വചക്കിൻ്റെ ശക്തി. തലീത ഭൂമി പാലെ എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. വേദപുസ്തകത്തിൽ ഈ ട്രാൻസ്ലേഷൻ ഇല്ലാത്ത കുറച്ച് പദങ്ങളുണ്ട്. അതുപോലെ എഴുതിയ യഫത തലീത ഭൂമി എലോഹി എലോഹി ലമ്മ ശബക്താനി. അതിലൊരു വാക്ക തലീത ഭൂമി. 12കാരെ 12നും 19നും ഇടയ്ക്കുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റേ. 12നും 19നും ഇടയ്ക്കുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റേ. ഇവരെ എല്ലാം നോക്കി പറഞ്ഞു തലീത ഭൂമി. ഉറക്കെ പറ. മുമ്പേ പറഞ്ഞോലെ പറ. തലീത ഭൂമി, തലീത ഭൂമി. നിങ്ങൾ ആരും മരിക്കത്തില്ല. നിങ്ങളാരും മരിക്കത്തില്ല. നിങ്ങളെ ആരും മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനാ ഇവിടെ 21 ദിവസം ഉപവാസം നടക്കുന്നത്. നിങ്ങളാരും മരിക്കാതിരിക്കാനാണ് ഇവിടെ 21 ദിവസത്തെ പ്രാർത്ഥന നടക്കുന്നത്. മരിക്കില്ല. അത് സഭയുടെ അധികാരമാണ്. അത് സഭയ്ക്ക് ദൈവം തന്ന അധികാരമാണ്. സഭയ്ക്ക് ദൈവം തന്ന വാഗ്ദത്തമാണ്. നിങ്ങൾ ഭൂമി കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും.
നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. എങ്കിൽ ഈ മക്കളെ നോക്കി ഞങ്ങൾ കൽപ്പിക്കുന്നു, തലീഥ ഖൂമി, ബാല മരിച്ചിട്ടില്ല. ഇന്ന് അവരെ ഉറക്കിയിട്ടുള്ള സകല മേഖലകളിലോ യേശുവിൻ നാമത്തിൽ അവർ ഉണർന്നു വരട്ടെ, അവർ ഉണർന്നു വരട്ടെ. ലൈവിലുള്ളവർ നിങ്ങളും പ്രാർത്ഥിക്കുക, വചനം പറയുക. തലീഥ ഖൂമി, ബാലേ എഴുന്നേൽക്കുക. അതന റിഗന ശബന അന്തരഗജ രഗജ, ഇവരെ നോക്കി പറഞ്ഞാട്ട് വിശ്വാസത്തോടെ. തലീഥ ഖൂമി, ബാലെ എഴുന്നേൽക്കുക, ബാലെ എഴുന്നേൽക്കുക. ഒരു മഹാസൈന്യമാണ്. ഇന്ന് രാവിലത്തെ ദൈവദാസൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അസ്ഥികളെ നോക്കി പ്രവചിച്ചു. ഒരു ശ്വാസം അവിടെ മേൽ വന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കോ? എങ്ങനെ ജീവിച്ചു? ഒരു മഹാസൈന്യമായി എഴുന്നേറ്റെങ്കിൽ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു സൈന്യമായി എഴുന്നേക്കട്ടെ. ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. ഓ, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സൈന്യമായി എഴുന്നേക്കട്ടെ. ഓ, യേശുവിന് വേണ്ടി. ബഥേൽ ഏജി ചർച്ചിന് എളിയദാസം പ്രാർത്ഥിക്കുന്നു, യുവാക്കളുടെ മേൽ വലിയൊരു അധികാരം ഉണ്ടാകട്ടെ. ഒരു യുവ സൈന്യം എഴുന്നേക്കട്ടെ. അടുത്ത ഒരു ജനറേഷൻ എഴുന്നേക്കട്ടെ. ഒരു ജനറേഷൻ എഴുന്നേക്കട്ടെ. ഒരു അടുത്ത ജനറേഷൻ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പുതിയ ആലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നെക്സ്റ്റ് ജനറേഷന്റെ മേൽ അന്ന് ഇവിടുത്തെ ടീമിന്റെ മേൽ പകർന്ന അഭിഷേകം ഇന്ന് അടുത്ത ജനറേഷന്റെ മേൽ പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ പകരട്ടെ. ഒരു തലമുറ എഴുന്നേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ തേർഡ് ജനറേഷൻ എഴുന്നേക്കട്ടെ. എങ്ങനെ എഴുന്നേക്കട്ടെ? തലീഥ ഖൂമി, ബാല എഴുന്നേൽക്കുക. റക ദിബ നക ദന അടകന ഹഥന റിഖന. ഞങ്ങൾ ഇവരെ നോക്കി പ്രവചിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവരെ നോക്കി പ്രവചിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കീർണമായ കാലഘട്ടത്തിൽ, സങ്കീർണമായ കാലഘട്ടത്തിൽ, അപകടകരമായ കാലഘട്ടത്തിൽ, ആപൽക്കരമായ കാലഘട്ടത്തിൽ, കുഞ്ഞിനെ കൊല്ലുമെന്ന് വാശി പിടിക്കുന്ന സ്ട്രാറ്റജിയുടെ കാലഘട്ടത്തിൽ മോശയെ ഒളിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തലീഥ ഖൂമി, ബാല എഴുന്നേൽക്കുക. എല്ലാവരും കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഒരടുത്ത ജനറേഷൻ ഒരു സൈന്യമായി എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്നത്തെ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇവിടെ വന്ന മക്കൾ, വരാതിരിക്കുന്ന മക്കൾ, ഓ ഹല്ലേലൂയ, അടുത്ത ഒരു ജനറേഷനെ ഇമ്പാക്ട് ചെയ്യുന്ന ഇമ്പാർട്ടേഷൻ നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. എഴുന്നേക്കട്ടെ. പ്രവാചകർ എഴുന്നേക്കട്ടെ, അഭിഷക്തർ എഴുന്നേക്കട്ടെ, സുവിശേഷകർ എഴുന്നേക്കട്ടെ, യുവ സുവിശേഷകർ എഴുന്നേക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കട്ടെ. ഇവരുടെ കർത്താവെ, ശിശുക്കളുടെ വായിൽ ബലം നിയമിക്കുന്ന ദൈവം ഇവരുടെ നാവിന്മേൽ പ്രത്യേക അധികാരത്തോടെ, ഓ ഹല്ലേലൂയ, വിസ്മയപ്പെടുത്തുന്ന ഹല്ലേലൂയ അഭിഷേകത്തിന്റെ നിറവിലേക്ക്, അധികാരത്തിലേക്ക് ഈ തലമുറ ഉണരട്ടെ. തലീഥ ഖൂമി, തലീഥ ഖൂമി, തലീഥ ഖൂമി, തലീഥ ഖൂമി. അമ്മ, 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 ബാല മരിച്ചിട്ടില്ല. പിതാവേ, ബാലകൻ മരിച്ചിട്ടില്ല, കുഞ്ഞ് മരിച്ചിട്ടില്ല. ഉറങ്ങിയ പേടിക്കരുത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എന്റെ യേശു വന്നിട്ടുണ്ട്. എന്തിന്? കൈവെക്കാൻ. ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്.